ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയെ വിളിക്കുന്ന രംഗവും ലേവിയോടൊപ്പം മറ്റ് ചുങ്കക്കാരോടുമൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന യേശുനാഥനെയുമാണ് സുവിശേഷത്തിൽ നമ്മളിന്ന് കണ്ടുമുട്ടുന്നത്. സുവിശേഷത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് കാര്യങ്ങൾ നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, യേശുനാഥൻ ചുങ്കസ്ഥലത്തൂടെ നടക്കുമ്പോഴാണ് ഈ ലേവിയെ കാണുന്നത്. അപ്പം സാധാരണ രീതിയിൽ യഹൂദരോ അല്ലെങ്കിൽ യഹൂദ ഗുരുക്കന്മാരോ ഒന്നും ഈ ചുങ്കസ്ഥലം വഴി നടന്നു പോകാറില്ല. കാരണം ആ സ്ഥലത്തെയും അവിടെയുള്ള ആളുകളെയൊക്കെ അവർ കണ്ടിരുന്നത് വളരെയധികം തിന്മ നിറഞ്ഞ മനുഷ്യരായിട്ടാണ്. അപ്പോൾ സാധാരണ അങ്ങനെയുള്ള വഴികൾ ഉപേക്ഷിച്ചാണ് നടന്നു പോകുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നൊരു കാര്യം, യേശുനാഥൻ ഈ ലേവിയോടൊപ്പം ലേവിയുടെ ഭവനത്തിൽ ചുങ്കക്കാരും പാപികളുമായ മനുഷ്യരോടൊപ്പം ആഹാരം കഴിക്കുന്നതാണ്. ഇപ്പോൾ യഹൂദ സംസ്കാരം അനുസരിച്ച് സാധാരണ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന റോമ സംസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. അവർ ആഹാരം പങ്കിട്ടിരുന്നത് അവരുമായി സമനിലയിലുള്ള മനുഷ്യരുമായിട്ടാണ്. അപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ സാധാരണയായി മറ്റു ഗുരുക്കന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ വളരെ പണക്കാരായ വീട്ടുകാരുടെ സ്വീകരണം സ്വീകരിച്ച് അവിടെ എത്തി അവിടെ അവരുമായി ഭക്ഷണം കഴിക്കുകയും പിന്നെ സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഒരിക്കലും ഈ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടായിരുന്നവരോ പാപികളുടെയോ ചുങ്കക്കാരുടെയോ കൂടെ ഒന്നും ഭക്ഷണത്തിൽ ഇരിക്കാറില്ലായിരുന്നു. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് സുവിശേഷത്തിൽ നടക്കുന്നുണ്ട്. ഇത് യേശുനാഥന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താണ്. അവിടെ നിന്ന് വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അവിടെ നിന്നാണ് പാപങ്ങൾ അകറ്റുന്ന വൈദ്യനായ യേശുനാഥൻ. അപ്പോൾ ഈ നോമ്പ് കാലത്തിലെ ഏറ്റവും മനോഹരമായൊരു ചിന്തയും അത് തന്നെയാണ്. കർത്താവായ യേശുനാഥൻ നമുക്ക് വേണ്ടി വരികയും പീഡനങ്ങൾ ഏൽക്കുകയും, കാരണം ഇന്ന് ഭക്ഷണത്തിലിരിക്കുമ്പോൾ യേശുനാഥനെ അവഹേളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവൻ മനുഷ്യരോടൊപ്പം സഹവസിച്ചത് കൊണ്ടാണ് അവൻ ഈ കുരിശുമരണം ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി മരണം വരിച്ച യേശുനാഥൻ ഈ പ്രശ്നങ്ങളും സഹനങ്ങളും ഏറ്റെടുത്തത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ ഒരിക്കലും നടക്കാത്ത വഴികളിലൂടെ അവൻ നടന്നത് എന്നെ തേടിയാണ്. ഞാൻ എന്താണ് നോമ്പുകാലത്ത് ചെയ്യേണ്ടത്? ഞാൻ ഈ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും അവനോട് കടപ്പെട്ടവനാണെന്ന് ചിന്തിക്കുകയും ചെയ്യണം. ഈ തപസ്സുകാലം എനിക്ക് തരുന്ന വലിയൊരു വിളി അതാണ്. ഒപ്പം ഈ യേശുനാഥൻ ലേവിയെ വിളിക്കുമ്പോൾ ലേവി ചെയ്തായി പറയുന്നൊരു കാര്യമാണ്, അവനെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചു. അതെ, എൻ്റെ പഴയ ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ എന്നെ എന്താണോ യേശുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. നോമ്പുകാലത്തിൻ്റെ ആധ്യാത്മികത അതാണ്. എൻ്റെ ജീവിതത്തിൽ യേശുവിൽ നിന്ന് എന്നെ അകറ്റിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഉപേക്ഷിക്കാൻ. കാരണം അവൻ അസാധാരണമായ രീതിയിൽ എൻ്റെ അടുക്കിലേക്ക് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ വഴിയെ അവനോടൊപ്പം നടക്കാൻ ഈ ഉപേക്ഷിക്കലുകൾ ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ള ഉപേക്ഷിക്കലുകൾ എൻ്റെ ജീവിതത്തിൽ നടത്താനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.